ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ചെറുപയറുണ്ടാവില്ലേ? ഇപ്പോൾ കിറ്റിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും ചെറുപയർ. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊരു പലഹാരമല്ല, കറിയുമല്ല, ഉപ്പേരിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയും ചെയ്യും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും മുട്ടായിക്ക് പകരമായിട്ടൊക്കെ ഇത് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ ചെറുപയറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. ഇത് നമുക്ക് കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണത്. ഇതിപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കണം. അതുപോലെ നുള്ളുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലേ വരാൻ പറ്റുള്ളൂ കേട്ടോ. അതിലേറെ വേവാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല കേട്ടോ നമ്മളെ ഈ റെസിപ്പി. നമ്മൾ ഒരു വിസിലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ട് പിന്നെ ആ പ്രഷർ നമ്മൾ കളയരുത് കേട്ടോ. അത് താനെ പോയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുപയർ ഇപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നാൽ പിന്നെ ഒന്നുകൂടി കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അവിടെ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സമയത്തൊക്കെ ഇളം ചൂടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇളം ചൂട് തന്നെ നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഇതൊക്കെ ആവിയൊക്കെ പോയിട്ടും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് കളയണം. അങ്ങനെ വെള്ളമല്ലാതെ നമുക്ക് വേണ്ട കേട്ടോ. അധികം ഓവർ വെള്ളം ഉണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞു കേട്ടോ കുറച്ച്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള കുറച്ച് പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ഞാൻ കുറച്ച് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുപയർ എടുത്തതിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചെറുപയറിൻ്റെ ഉപ്പ് നമ്മൾ അതിൽ നേരത്തെ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതാ ഒരു 5 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്തിട്ടില്ലേ പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപയറിനനുസരിച്ച് മാറും കേട്ടോ. ഞാൻ എടുത്ത അളവ് ഇതിന് പാകമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ ചെറുപയറുമ്മൽ വരുന്ന രീതിയിലൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഓവറായിട്ട് വെള്ളം പാരരുത്, ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓവർ വെള്ളം പാടില്ല, കാരണം നമ്മളിത് പൊരിച്ചെടുക്കാനുള്ളൊരു സാധനമാണ്. അപ്പോൾ വെള്ളം ഓവറായാൽ പിന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ മസാലക്കടലൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ രീതിയിലാണ് വെള്ളം നിൽക്കേണ്ടത്. ഓവറായിട്ട് നിൽക്കരുത്. ഈ പൊടികളൊക്കെ ഇത് ചെറുപയറുമ്പോൾ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അതുപോലെയാണ് ഇപ്പോൾ നിൽക്കേണ്ടത്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടി പിടിക്കാത്ത ചട്ടി തന്നെ വേണം. ഇനി നന്നായിട്ട് എണ്ണ ചൂടായിട്ട് നമുക്ക് ചെറുപയർ കുറച്ച് ഇതിൽ നമുക്ക് ചെറുപയർ എത്രത്തോളം ഇതിൽ മുങ്ങി കിടക്കും അത്ര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു കറുമുറൊന്ന് സൗണ്ട് കേൾക്കും നമ്മൾ കഴിക്കണ സമയത്ത്. ആ ഒരു വേവ് ആവണ വരെ ഇതൊന്നിങ്ങനെ ഇടയ്ക്ക് കൊടുക്കുക. അത് ഇളക്കുക. അതുപോലെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, പിന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക റെസിപ്പിക്ക് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ ഇത് ചെറുപയറാന്ന് തോന്നുകയില്ല. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ചെന്നിരിക്കുക, നമുക്ക് കപ്പലണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ. അതിലേറെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ മാത്രമല്ല ഓയിലൊന്നും നന്നായിട്ട് കുടിക്കുന്ന ഐറ്റംസ് ഒന്നുമല്ല, നമുക്ക് കുറച്ച് ഓയിൽ തന്നെ ഒരുപാട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 3/4 കിലോ ചെറുപയറോളം ഒരു 1/2 കപ്പ് ഓയിലൊക്കെ ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ അതെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിത് തണുത്തതിന് ശേഷം പറഞ്ഞാൽ ആവി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു കേടും വരില്ല കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിങ്ങനെ എടുത്ത് വെക്കാം. ആ ചൂടോടൊക്കെ തന്നെ നമുക്കിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ചെറുപയർ കിടക്കണ്. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാ പറയല്ല, ഒരു വെറൈറ്റിയാണ്. ഇതൊരിക്കലും ചെറുപയറാന്ന് തോന്നുന്നില്ല. പിന്നെ ഗ്യാസിൻ്റെ ആ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.